ഇനി അർജുനൻ വേറൊരു അവസ്ഥ പറയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് യുദ്ധം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്താണ് പറഞ്ഞത്? കഥം ന ജ്ഞേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അതായത് ഈ കുലനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ നന്നായി അറിയുന്ന ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറേണ്ടതല്ലേ? ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യണോ? പിന്നെ എന്നിട്ട് പറയാണ് ഈ കുലക്ഷയത്തിൻ്റെ ദോഷങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് അർജുനൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആശങ്ക. ആ സമൂഹത്തിൽ ഈ യുദ്ധം സമൂഹത്തിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടെ വരുന്നത്. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോഭിവത്യുത. അതായത് അവിടെ കുലക്ഷയം ഉണ്ടാകുന്നു, കുലധർമ്മങ്ങൾ അതെല്ലാം നശിച്ചു പോവുകയാണ്. സനാതനങ്ങളായ കുലധർമ്മങ്ങളൊക്കെ നശിച്ച് പോകുന്നുണ്ട്, അധർമ്മം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നു? അധർമ്മം ബാധിക്കുകയാണ് ചെയ്യുന്നത്. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. ഇങ്ങനെ അധർമ്മത്തിൻ്റെ ബാധ അതിന് കാരണമായി വരുമ്പോൾ എന്തുണ്ടാകുന്നു? കുലസ്ത്രീകൾ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയായിട്ടാണ് വരുന്നത്. അത് കുലസ്ത്രീയ പ്രദുഷ്യന്തി. ഇങ്ങനെ വന്നാൽ എന്തുണ്ടാകുന്നു? അവിടെ വർണ്ണസങ്കരം ഉണ്ടാകുന്നു. അതായത് പല കുലക്ഷയം ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള വർണ്ണസങ്കരമായിട്ടുള്ള കുട്ടികളാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ. ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഇത് നരകത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഈ കുലനാശകര അഥവാ കുലത്തിൻ്റെ അങ്ങനെ ഉള്ള ധർമ്മമുള്ളവർ അവരുടെ പിതാക്കൾക്ക് നരകമാണ് ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ഭഗവത്ഗീതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അഥവാ ഇതൊക്കെ എന്താ പറയുക ഒരു പ്രത്യേക അന്നത്തെ ഒരു സോഷ്യൽ കൾച്ചർ ഇതിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അതിനൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അന്നത്തെ ഒരു സോഷ്യോ കൾച്ചറൽ ഒരു പ്രത്യേകത, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഏത് ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായും പ്രത്യേകിച്ച് പിതൃക്കൾക്കുള്ള ക്രിയകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കണക്കാക്കുന്നു. പിതൃക്കളുടെ ക്രിയ അത് ശരിക്കും പറയും ദേവകാര്യം പിതൃകാര്യം വെച്ചാൽ പിതൃകാര്യമാണ് ഏറ്റവും ആദ്യം. അത്രയും പ്രാധാന്യം അന്ന് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. കാരണം ഏറ്റവും പ്രധാനമായിട്ട് പിതൃകാര്യങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത അതെല്ലാം നന്നായി ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഒരു സമൂഹം അന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കുലത്തിന് ക്ഷയം വരുമ്പോൾ അഥവാ ഒരു വർണ്ണസങ്കരം വരുമ്പോൾ ആ കുലം തന്നെ നശിക്കുന്നു. അതുപോലെ എന്തുണ്ടാകുന്നു? ഇതിൽ നിന്നും അവരുടെ മാതാപിതാക്കൾ നരകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകുന്നു. ശരിക്കും പുത്തെന്ന നരകത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പുത്രൻ അഥവാ പുത്രി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വന്നാൽ പിതൃക്കളൊക്കെ അവർക്ക് എന്താണ് ഉദകക്രിയകൾ ചെയ്യാൻ ആളില്ലാതെ ആയി പോകുന്നു. അതുകൊണ്ട് അവർ നരകത്തിൽ പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ദോഷൈരേതേ ഏതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വത. കുലനാശകരുടെ വർണ്ണസങ്കരമുണ്ടാക്കുന്നതായ ഈ ദോഷങ്ങളാൽ എന്തുണ്ടാകുന്നു? ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും എല്ലാം നശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ
ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസ ഭവതീത്യനുശുശ്രുമ. അതായത് അല്ലയോ ജനാർദ്ദന, ഈ കുലധർമ്മം നശിച്ചതായ മനുഷ്യർക്ക് എന്നും നരകത്തിൽ വസിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇത് വലിയ പാപമല്ലേ? അഹോബത മഹത്പാപം. അങ്ങനെ വന്നാൽ ഇത് വലിയൊരു പാപമായിട്ട് മാറുന്നു. കർത്തും വ്യവസിതാവയം. നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്താ? എന്ത് ചെയ്യാനാ പോകുന്നത്? യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്ത് അവിടെയുള്ളവരെയൊക്കെ വധിക്കും. ഈ വധിക്കുന്നതോടുകൂടി എന്തുണ്ടാവുന്നു? ഒരുപാട് ആൾക്കാർ അനാഥരാകുന്നു. അപ്പോൾ ഇതുപോലെ സ്ത്രീകളൊക്കെ ദുഷിക്കുന്നൊരവസ്ഥ വരുന്നു. വർണ്ണസങ്കരങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അവരുടെ പിതാക്കന്മാരൊക്കെ ഇല്ല, അവർക്കുള്ള ഉദകക്രിയകൾ ചെയ്യാൻ ആളില്ല. ഇങ്ങനെ എല്ലാം നരകത്തിലേക്ക് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ വലിയ ദുഃഖകരമായ കാര്യമല്ലേ? അപ്പോൾ പറയാണ് അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം. ഞങ്ങൾ ഈ ഒരു വലിയ പാപം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവല്ലോ. യദ്രാജ്യസുഖലോഭേന. എന്തിനു വേണ്ടിയാ ചെയ്യാൻ പോയത്? രാജ്യസുഖം കിട്ടാനായിട്ട്, ഒരു രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പുറപ്പെട്ടത്. എന്താ ചെയ്യാൻ? എന്താണ്? സ്വജനം ഹന്തും. തൻ്റെ സ്വജനങ്ങളെ, തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ വധിക്കാനാണ് പുറപ്പെട്ടത്. അപ്പം ഇതിലും വലിയ പാപം ഇനി എന്താണുള്ളത്? അതുകൊണ്ട് തന്നെ ഈശ്വര, ഇനി ഞങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ട് പറയാണ് യതിമാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ. ശസ്ത്രം ആയുധം കയ്യിലേന്തി നിൽക്കുന്ന അവര് അശസ്ത്രം മാം, ആയുധമൊന്നും ഇല്ലാതെ നിൽക്കുന്ന എന്നെ വേണമെങ്കിൽ വധിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നോട് പ്രതികാരം ചെയ്തോട്ടെ, അതായിരിക്കും. ധാർത്തരാഷ്ട്രാരണേ ഹന്യു. ധാർത്തരാഷ്ട്രന്മാര് അങ്ങനെ എന്നെ വധിക്കുകയാണെങ്കിൽ തത് മേ ക്ഷേമതരം ഭവേത്. അതാണ് എനിക്ക് കൂടുതൽ ക്ഷേമകരമായി മാറുക, ഐശ്വര്യമുള്ളതായി മാറുക എന്ന് ഞാൻ കരുതുന്നു എന്ന് അർജുനൻ പറയാണ്. ഇവിടെ ഒരു വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത്, അർജുനൻ പിന്നെ താൻ ചെയ്യുന്ന അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, അത് സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം മുഴുവൻ ആയി മാറിയത്. അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയ ചില വികാരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയും അർജുന ഈസ് കൺസേൺഡ് അബൌട്ട് ദ വൈഡർ സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹിസ് ആക്ഷൻസ്. His level of vision extends far beyond the immediate consequences and considers the larger impact. Duryodhana thinks only of himself and his immediate desires and agenda. ദുര്യോധനൻ എന്താണ്? അദ്ദേഹത്തിന് എന്താണോ പെട്ടെന്ന് ആവശ്യം, ആ തൻ്റെ സ്വാർത്ഥത, അതുപോലെ ഞാൻ ആഗ്രഹിച്ച സിംഹാസനം, ഇതൊക്കെ മാത്രമാണ് ചിന്ത. Arjuna shows himself to be a leader of a higher caliber through this consideration of the wider issues, bigger picture. അതായത് ഏറ്റവും യുദ്ധത്തിൻ്റെ, നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു സ്ട്രാറ്റജിക് ലീഡർ എന്താണ്, ഇതിൻ്റെ ഉദ്ദേശം ഒക്കെ നോക്കിക്കണ്ട് ഇതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചറാണ് അവർ ഏറ്റവും ആദ്യം. റിസൾട്ട് എന്താണ്? അർജുനൻ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ഒരു ലീഡർ എന്ന കൺസെപ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഒരു ബിഗ്ഗർ പിക്ചറാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. ബിഗ്ഗർ പിക്ചറിൽ അദ്ദേഹം കാണുന്നത് താനോ തൻ്റെ ജ്യേഷ്ഠനോ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല, മറിച്ച് എന്താണ് അദ്ദേഹം കാണുന്നത്? ബിഗ്ഗർ പിക്ചറിൽ അദ്ദേഹം കാണുന്നത് തൻ്റെയും തൻ്റെ വല്യച്ഛൻ്റെ ഒക്കെ മക്കള്, അവരുടെ മക്കള്, ഇവരെല്ലാവരും മരിച്ചു കിടക്കുന്നൊരവസ്ഥ, അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാത്തൊരവസ്ഥ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ബിഗ്ഗർ പിക്ചർ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ്, ഇതാണ് ആ ബിഗ്ഗർ പിക്ചറിൽ തെളിയുന്നത്. ദ ഫാമിലി യൂണിറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. Although at present in the increasingly globalized consumer society, this is being supplanted by the individual consumer as the basic building block. അല്ലേ? ഇന്നത്തെ, അതായത് ഒരു ഫാമിലി യൂണിറ്റ് ആണ്, ഒരു സമൂഹം എന്നുള്ളത്, അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്താണ്?
ഫാമിലി യൂണിറ്റ് ആണ് അല്ലെ. ഒരു കുടുംബം നന്നായാലാണ് ഒരു സമൂഹത്തിൽ നല്ല ആൾക്കാരുണ്ടാവുള്ളൂ. ഏറ്റവും ആദ്യം നമ്മൾ വളരുന്നത് എവിടെയാണ്? തീർച്ചയായും ഒരു വീട്ടിലാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നല്ല അന്തരീക്ഷം, നല്ല സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന വ്യക്തി എങ്ങനെയാകുന്നു? നല്ല വ്യക്തിയായി വളരുന്നു. അപ്പോൾ ഒരു ബേസിക് ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ഈ ഒരു എന്താണ് ഇത്രയൊക്കെ പുരോഗമനങ്ങൾ ഓരോ കാര്യങ്ങളിൽ ഉണ്ടെങ്കിലും ഈ സൊസൈറ്റിയിൽ ശരിക്കും ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ, അതായത് ഒരു വ്യക്തിക്ക് നൽകാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ അത് അവർ ആ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് അവർ നേടിയെടുക്കുന്നത്. Then when family traditions are disrupted or destroyed, as will be the result of this battle, the women of the family become vulnerable to exploitation. There is no family structure to bring pressure to bear to enforce responsible behavior, no father to bring the shotgun to the wedding. The results of this are children who are many times not economically supported by their biological father and do not enjoy a stable social and economic situation for their upbringing. എന്താണ് ഇങ്ങനെ ഒരു യുദ്ധം വന്നാൽ അവിടെയുള്ള സ്ത്രീകൾ, ഈ കുലസ്ത്രീകളായി നിൽക്കുന്ന അവർ എങ്ങനെയാകുന്നു? അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അവരുടെ ഒരു ഫാമിലി എന്നുള്ളത് നശിക്കുന്നു. അവർക്ക് എന്താ പറയുക, ഭർത്താക്കന്മാരില്ലാത്ത അവസ്ഥ വരുന്നു. കുട്ടികളെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ സമൂഹത്തിന് ഭീഷണിയായിട്ട് മാറുകയാണ്. അവർക്കൊരു ബയോളജിക്കൽ ഫാദർ തന്നെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുമ്പോൾ ഡു നോട്ട് എൻജോയ് എ സ്റ്റേബിൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിറ്റുവേഷൻ ഫോർ ദെയർ അപ്ബ്രിങ്ങിങ്. അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആകുന്നു. ദീസ് ചിൽഡ്രൻ ഗ്രോ അപ്പ് വിത്ത് ആൻ അണ്ടർലൈങ് സൈക്കോളജിക്കൽ ഇംപ്രഷൻ that they are in fact unwanted. അവരാർക്കും വേണ്ടാത്ത മക്കളായി മാറും. And this influences their future as members of society. ഇത് ഭാവിയിൽ ആ സമൂഹത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു സ്വാധീനത്തിൽ വരുന്നു. Children from broken homes are disproportionately represented in statistics of violent crime, substance abuse and suicide. ഇതിൽ നിന്നാണ് ഒരുപാട് ക്രൈംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലർക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ ഇല്ലാതെയാകുന്നു, നിരാശരാകുന്നു. അങ്ങനെ പലരും പല രീതിയിലായിട്ട് മാറുകയാണ്. കാരണം ചിലർ അത് സൂയിസൈഡ് ചെയ്യുന്നു, അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിൽ കാണാം. ചിലരാകട്ടെ മോശമായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് സൊസൈറ്റിക്ക്, സമൂഹത്തിന് ഭീഷണിയാകുന്ന തരത്തിലായിട്ട് അവർ മാറുന്നത് കാണാം. Due to a lack of successful model of stable family life, they are also disproportionately represented in divorce statistics. പലരും എന്താ പറയുക, ശരിയായൊരു ജീവിതം നയിക്കാതെ ഒരു ഡിവോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിൽക്കുന്നതായിട്ടും നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. Arjuna's concern for this is a symptom of his compassion and indication that he has the character needed to be an authentic leader. An increase of unwanted population certainly causes hellish life both for the family and for those who destroy the family tradition. The ancestors of such corrupt families fall down because the performances for offering them food and water are entirely stopped. By the evil deeds of these who destroy the family tradition and thus give rise to unwanted children, all kinds of community projects and family welfare activities are devastated. ഇവിടെ ശരിക്കും പറയാം, ട്രഡീഷണലി ദ ഫാമിലി യൂണിറ്റ് ഹാസ് ബീൻ റെസ്പോൺസിബിൾ ഫോർ സോഷ്യലൈസേഷൻ അല്ലേ. സാധാരണയായിട്ട് ഒരു വീട്ടിലുള്ളവരാണ്, ഫാമിലിയാണ് ഒരു സമൂഹത്തിൽ നമ്മളെ കുട്ടികളെ ഇറക്കുന്നത്, അവർക്കുള്ള വിദ്യാഭ്യാസം, ഇതെല്ലാം ആരാണ്? ഫാമിലി മെമ്പേഴ്സാണ്. ആ ഫാമിലി യൂണിറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. The family unit has been responsible for socialization, education and social welfare, including the maintenance of the elderly parents would invest their time, energy and income in their children, and when they advanced in age, their children would return the favor and take care of them.
ശരിക്ക് എന്താ ചെയ്യുക, അവർ പാരൻസ് എന്താ പറയുക എല്ലാം സഹിച്ചുകൊണ്ട് അവരെല്ലാം സഫർ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ആ ഫാമിലി യൂണിറ്റിൽ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അതാണ് സാധാരണയായിട്ടൊരു സോഷ്യൽ കൺസെപ്റ്റിൽ നമ്മൾ കാണുന്നത്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വെൻ ദേ ഏജ്ഡ്, അവർക്ക് പ്രായമാകുമ്പോൾ തിരിച്ച് ദേ അഡ്വാൻസ്ഡ് ഇൻ ഏജ് ദെയർ ചിൽഡ്രൻ വുഡ് റിട്ടേൺ ദ ഫേവർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. ടുഡേ children are routinely abandoned by one or both parents, and parents are encouraged to store away some of their income during their productive years in order to not be a burden on their children in the future. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയും കാണാം. എന്ത്, പാരൻസ് എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ അവർ വീണ്ടും കുട്ടികൾക്ക് ഭാരമാകാതിരിക്കാൻ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിവെക്കുന്നതായിട്ട് കാണാം. കാരണം എന്താ, നോ ബേർഡൻ, അവർക്ക് മക്കൾക്ക് ഭാരമാകരുത് എന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം. യങ് പീപ്പിൾ ആർ എൻകറേജ്ഡ് ടു സീക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ ത്രൂ ആൻ ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് കൺസംഷൻ അലോങ് വിത്ത് എ പാർട്ട്ണർ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാരൻസ് ഇത്രയെല്ലാം ചെയ്താലും ഇന്നത്തെ യങ്ങർ ജനറേഷൻ്റെ വേറൊരു പ്രത്യേകത, അവരെപ്പോഴും സാറ്റിസ്ഫൈഡ് ആകുന്നത് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, തൃപ്തി. പണ്ടാണെങ്കിൽ ഈ തൃപ്തി എന്ന് പറയുന്നത് എങ്ങനെയാണ്, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരോട് സഹകരിക്കുമ്പോഴൊക്കെയാണ് ആ തൃപ്തി ഉണ്ടാവുന്നത്. പക്ഷേ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ആൾക്കാർ സെൽഫ് ആക്ച്വലൈസേഷൻ അതെങ്ങനെ, നമുക്കൊരു സ്വയം സംതൃപ്തി എങ്ങനെയാണ് കിട്ടുന്നത്, ഇൻഡിപെൻഡൻറ്റ് ലൈഫ് സ്റ്റൈൽ, എനിക്കിതാണ് ഇഷ്ടം, എനിക്കിങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോഴാണ് എല്ലാവരും സ്വയം ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ എനിക്ക് ഞാൻ എന്നുള്ളതിൽ ഒതുങ്ങിക്കൂടുന്നതായിട്ട് കാണും. വേണമെങ്കിൽ ഒരു പാർട്ട്ണറെ കൂട്ടാം, അത്രേ ഉള്ളൂ, വിത്ത് എ പാർട്ട്ണർ. അതും എന്താ പറയുക, ഇന്നത്തെ ഇപ്പോൾ മുമ്പത്തെ ഒരു അവസ്ഥയല്ല. ബോത്ത് എൽഡർലി പാരൻസ് ആൻഡ് ചിൽഡ്രൻ ആർ സീൻസ് എ ഹിൻഡ്രൻസ് ടു ദിസ് പെർസ്യൂട്ട് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ത്രൂ കൺസംഷൻ ആൻഡ് ദിസ് ഫെർട്ടിലിറ്റി റേറ്റ്സ് ആർ അറ്റ് എൻ ഓൾ ടൈം ലോ ഇൻ വെസ്റ്റേൺ കൺട്രീസ് വിത്ത് നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ മെനി പോപ്പുലേഷൻസ്. ഇവർക്ക് എപ്പോഴും അച്ഛനമ്മമാരും മക്കളും ഭാരമാണ്. അപ്പോൾ അവരങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. കാരണം അച്ഛനും അമ്മയും ചിന്തിച്ചാൽ അവരും നമുക്കൊരു ബേർഡനാണ്. ഭാവിയിൽ മക്കൾ ഉണ്ടായാൽ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് കരുതുന്ന ഒരു പുതിയ ജനറേഷനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ നെഗറ്റീവ് പോപ്പുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവരും അവരവരിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. Then elderly people are left to fend for themselves, abandoned by their children and relegated to old folks' homes where they live in isolation from the family. In this way, the family as the basic structural unit of human society has become replaced with the individual consumer. തൻ്റെ പാരൻസിനെയൊക്കെ എന്താക്കുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ ഓൾഡ് ഏജ് ഹോമിലേക്കൊക്കെ മാറ്റി വൃദ്ധസദനത്തിലേക്ക് മാറ്റി അവരെ അവിടെ ഐസൊലേറ്റ് ആക്കുന്നു. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളൊരു സ്ഥലത്ത് വേറെ നിൽക്കുന്നു. ഇങ്ങനെ ഒരു സൊസൈറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോൾ ആ സ്ട്രക്ചറൽ യൂണിറ്റ് ഹ്യൂമൻ സൊസൈറ്റിയുടെ അതൊരു എന്താ പറയുക, ഓരോ വ്യക്തികളും വ്യക്തി അധിഷ്ഠിതമായൊരു സമൂഹമായിട്ട് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫാമിലി ട്രഡീഷൻ. ഇങ്ങനെ വന്നാൽ എന്തുണ്ടാകുന്നു, ആ ഒരു ഫാമിലി ട്രഡീഷൻ, ആ ഒരു പരമ്പരാഗതമായി നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ അതെല്ലാം നിന്നു പോവാണ്. Arjuna demonstrates through his concerns that aside from the legality of the succession, he is more the indicated person to sit on the throne than Duryodhana. പറയാണ്, ഓ കൃഷ്ണ, maintainer of the people, I have heard by disciple succession that those who destroy family traditions dwell always in hell. അവരെപ്പോഴും നരകത്തിലേക്കാണ് എന്ന് ഞാനിതാ മനസ്സിലാക്കുന്നു. This is another verse that can be read two ways. Those who destroy the family traditions dwell always in hell. And also, those whose family traditions are destroyed dwell always in hell.
The problem that arise from the destruction of the family tradition lay the individual vulnerable to social, economic and personal exploitation from infancy through to old age. അപ്പോൾ ഇങ്ങനെ വരുന്ന സോഷ്യൽ, സാമൂഹികവും സാമ്പത്തികവും വ്യക്തിപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് ജനിക്കുന്നത് മുതൽ ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂട്ടിയോജിക്കുന്ന ആ ഒരു പരമ്പരാഗതമായ എല്ലാ ട്രഡീഷണൽ കാര്യങ്ങൾക്കൊക്കെ നാശം വരികയാണ് ചെയ്യുന്നത്. Alas, how strange it is that we are preparing to commit greatly sinful acts. ഇങ്ങനെയൊക്കെ ഞാൻ ഈ ദ്രോഹം ചെയ്തിട്ട് എന്തിനാണ്? Driven by the desire to enjoy royal happiness, we are intent on killing our own kinsmen, keenly aware of the implications of the battle that is hand in a way that Duryodhana clearly is not. Arjuna laments his involvement. In fact, Duryodhana is the one who is driven by the desire to enjoy royal happiness. As will become clear from Arjuna's deliberations in this chapter and the next, his own motivation is something quite different. Better for me if the sons of Dhritarashtra, weapons in hand, were to kill me. ഈ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന അവർ, എൻ്റെ കയ്യിൽ യുദ്ധവും അതിന് അസ്ത്രങ്ങളൊന്നുമില്ല, അവരെന്നെ വേണമെങ്കിൽ വധിച്ചോട്ടെ എന്ന് അർജുനൻ പറയാണ്. ഇൻ ദ ഫേസ് ഓഫ് ദിസ് റിയലൈസേഷൻ അർജുന ലോസസ് ഹിസ് വിൽ ടു ഫൈറ്റ്. It is more than simple cowardice. He realizes that the outcome of this battle will be. Arjuna's concerns are well founded. The battle will take place and the unraveling of the social structure will begin to take place soon afterwards. അപ്പോൾ ഇത്രയും അദ്ദേഹം ഈ യുദ്ധം നടന്നാലുള്ള ഇതിൻ്റെ സാമൂഹിക വശങ്ങളെക്കുറിച്ച് അർജുനൻ വിഷമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സമൂഹത്തിനുണ്ടാവുക, എന്തൊക്കെയാണ് ഒരു കുടുംബത്തിനുണ്ടാവുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ യുദ്ധം കൊണ്ട് ഉണ്ടാകും എന്നൊക്കെ അർജുനൻ ഇത്രയും ശ്ലോകങ്ങളിൽ കൂടെ വിശദീകരിച്ച് തൻ്റെ ആശങ്ക പറയുകയാണ്. അങ്ങനെ സഞ്ജയൻ പറയുകയാണ്. അപ്പം ഇങ്ങനെ ഇത്രയാണ് അർജുനൻ വിഷമം കൊണ്ട് ഇങ്ങനെ കൃഷ്ണനോട് തൻ്റെ ആശങ്കയായിട്ട് പങ്കുവച്ചത്. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, ലാസ്റ്റ് വേഴ്സാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയും, ഏവമുക്ത്വാർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസ. അർജുനൻ ശോകസംവിഘ്നമാനസ, അങ്ങേയറ്റം വിഷമത്തോടെ, അങ്ങനെയുള്ള മനസ്സോടുകൂടി ആ യുദ്ധഭൂമിയിൽ എങ്ങനെ വരുന്നു, ആ അമ്പും വില്ലും താഴെ വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ വിസൃജ്യ സശരം ചാപം. ആ ചാപവും ശരവുമെല്ലാം താഴെ വെച്ചിട്ട് ആ രഥത്തിൽ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. Arjuna is in a clear dilemma. In neither case can he see a good outcome. Either he fights and wins, in which case he kills his family members, the family tradition is destroyed and society is irreparably damaged, or else he is killed with the same destruction of the family tradition. അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു നല്ല കാര്യവും ഇതിൽ നിന്ന് വരുന്നില്ല, ജയിച്ചാലും തോറ്റാലും. ഇത് ഫാമിലി മെമ്പേഴ്സാണ്, ആര് വധിക്കപ്പെട്ടാലും അത് ഫാമിലി മെമ്പേഴ്സാണ്, താൻ മരിച്ചാലും ഇത് തന്നെയാണ് ഉണ്ടാവുന്നത്. ഹി റീസൺസ് ദാറ്റ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ വുഡ് ബി ടു ഡൈ അൺറെസിസ്റ്റിംഗ് ആൻഡ് ഇൻ ദിസ് വേ പ്രിസർവ് ദ ഫാമിലി ട്രഡീഷൻ. അദ്ദേഹം പറയുന്നത്, ഞാൻ ശസ്ത്രമൊന്നുമില്ലാതെ നിന്ന് മരിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ. Those are all characteristic sentiments of an authentic leader. An authentic leader is a servant of the people and is aligned with and serving something greater than himself or herself. However, Arjuna's compassion, while admirable compared with the mentality of Duryodhana, is still insufficient to elevate him to the position of an authentic leader. Intentions withstanding, without alignment with universal principles, admirable sentiments are insufficient to empower a leader to do what is right. In any situation, it is practically impossible to calculate the possible outcomes, and any empirical method of assessing courses of action quickly degenerates into a question of probabilities. Leaders must provide clarity in uncertain circumstances.
പലപ്പോഴും ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരിക്കാം. ചിലപ്പോൾ ഔട്ട്കംസിനെ കുറിച്ചുള്ളൊരു പോസിബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുക പലപ്പോഴും അസാധ്യമായിരിക്കാം. എങ്കിലും മിക്കവാറും ഒരു അസസിങ് നടത്തുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. Then action quickly generates into a question of probabilities. Then leaders must provide clarity in uncertain circumstances. നേരത്തെ പറഞ്ഞു, സീതാപതി ദാസ് പറഞ്ഞതുപോലെ ഒരു വിഷൻ ആൻഡ് സപ്ലൈ ഓഫ് വിഷൻ ആൻഡ് ഡയറക്ഷൻ ഇൻ എ കൺഫ്യൂഷൻ ഓർ അൺസർട്ടണിറ്റി. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺസർട്ടൺ സർക്കംസ്റ്റാൻസസിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. Krishna is about to enlighten Arjuna to fundamental principles that will illuminate the way forward for him and empower him to be an authentic leader, acting in knowledge selflessly in the service of the people. ഇവിടെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? എൻലൈറ്റൻ അർജുനനെ ബോധവാനാക്കുകയാണ്, ഒരു പ്രകാശം ചൊരിയാണ്. ഇങ്ങനെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഡ്യൂട്ടി, കർമ്മം എന്താണ്, ജ്ഞാനം എന്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഓതൻറ്റിക് ലീഡർ എന്നുള്ള നിലയിൽ നിന്നു തന്നെ അദ്ദേഹത്തിന് ഒരു എംപവർ അദ്ദേഹത്തിന് കൊടുക്കുക. ആൻഡ് ദെൻ ആക്ടിങ് ഇൻ നോളേജ് സെൽഫ്ലെസ്ലി ഇൻ ദ സർവീസ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് അവരെ സേവിക്കുന്നതിന് വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്ന് തന്നെ എന്തൊക്കെയാണ് ലീഡർഷിപ്പ്, ഏതൊക്കെ തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുണ്ടാകാം, എങ്ങനെയൊക്കെയാണ് ലീഡർഷിപ്പ്, ഏതൊക്കെ തരം ലീഡർഷിപ്പുകളുണ്ട്, അതിൻ്റെയൊക്കെ മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ്, ഈ അർജുനൻ്റെയും ദുര്യോധനൻ്റെയും ലീഡർഷിപ്പ് റോൾസ് എന്തൊക്കെയാണ്, ഓതൻറ്റിക് ലീഡർ എങ്ങനെയാകുന്നു, ഇഫക്റ്റീവ് ലീഡർ എങ്ങനെയാകുന്നു, ഇഫക്റ്റീവ് ലീഡറിൻ്റെയും ഓതൻറ്റിക് ലീഡറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഇത്രയും ഭാഗത്ത് നിന്നും ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ചും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഈ യുദ്ധത്തിൽ നിന്നും, മഹാഭാരത യുദ്ധമാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് കൊണ്ട് ആ യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അനന്തരഫലം, അത് ഒരു സോഷ്യോ കൾച്ചറൽ, അതൊരു സാമൂഹികമായിട്ട് എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് അതിൽ വരുന്നത് എന്നെല്ലാം ഇവിടെ കൃത്യമായി ചർച്ച ചെയ്തിരിക്കുന്നു.